ഈ റോഡരികിലൊക്കെ ചാക്കുകെട്ടിലാക്കി ചിക്കൻ വേസ്റ്റ് തള്ളിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴ പെയ്താൽ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പുഴകളിലേക്കും കുളങ്ങളിലേക്കൊക്കെ തന്നെ. അവസാനം അത് ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും വലിയ പ്രശ്നമായി മാറും. ചിക്കൻ വേസ്റ്റ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജലാശയങ്ങൾ മലിനമായി മാറും. ദുർഗന്ധം മൂലം നാട്ടുകാർ പ്രതിഷേധിക്കും. പല ആരോഗ്യ പ്രശ്നങ്ങളും ജനങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഇനി അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കേണ്ടി വരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എൻ്റെ അനുഭവം വെച്ച് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് നൽകുവാൻ കഴിയും. ഈ ചിക്കൻ വേസ്റ്റ് ഷോപ്പുകളിൽ നിന്ന് തന്നെ ശരിയായ രീതിയിൽ കളക്ഷൻ ചെയ്താൽ റോഡും പുഴകളും ഒന്നും മലിനമാകില്ല. ഇത് ശരിയായ രീതിയിൽ പ്രോസസ്സിംഗ് പ്ലാന്റിൽ എത്തിച്ചാൽ ഇതിനെ നമുക്ക് ഫീഡായും ഫാറ്റായും ഫ്യൂവലായും കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോഴിക്കടകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് നിയമമുണ്ട് എന്നല്ല, ഇതെങ്ങനെയാണ് പാലിക്കേണ്ടതെന്നാണ് നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ചിക്കൻ വേസ്റ്റ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനും നാട്ടുകാർക്കും വ്യവസായത്തിനും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും. മാലിന്യമുക്ത നാടെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം.